നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2024 മാർച്ച് മാസം 18-ാം തീയതി 1199 ആണ്ട് മീനമാസം 5-ാം തീയതി തിങ്കളാഴ്ച. ഇന്ന് തിരുവാതിര നക്ഷത്രമാണ് ഇന്നത്തെ നക്ഷത്രം. തിരുവാതിര ശുഭനക്ഷത്രങ്ങളിൽപ്പെടുന്ന നക്ഷത്രം തന്നെയാണ്. അപ്പോൾ ശുഭ ദിനമാണ്, ഇന്ന് നവമിയാണ്, ശുഭനക്ഷത്രമാണ്, ശുഭദിനമാണ്. അപ്പോൾ നമുക്കങ്ങനെ ഒത്തുവന്നിരിക്കുന്ന ഈ ദിവസം ശുഭകാര്യങ്ങൾക്കെല്ലാം ഈ ദിവസം നമുക്ക് തിരഞ്ഞെടുക്കാം. ശുഭകാര്യങ്ങൾക്ക് വളരെ അനുകൂലപ്രദമായ ഒരു ദിവസവും കൂടിയാണ് ഇന്ന്. ഇന്നെന്തെങ്കിലും ശുഭകാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റിവെക്കരുത്. ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങിക്കൊള്ളണം. അത് വിജയത്തിലേക്ക് വരും എന്നുള്ളതിന് സംശയം വേണ്ട. അപ്പോൾ ഇന്ന് തിരുവാതിര നക്ഷത്രവും കൂടി വന്നിരിക്കുകയാണ്. തിരുവാതിര നക്ഷത്രം പൊതുവേ ശുഭനക്ഷത്രമാണ്. ഇപ്പോൾ ശുഭകാര്യങ്ങൾക്ക് എടുക്കാവുന്ന നക്ഷത്രവും കൂടിയാണ് ഇന്നത്തെ നക്ഷത്രം. മാത്രമല്ല, നമുക്കിന്ന് തിരുവാതിര നക്ഷത്രം, മീനമാസത്തിലെ തിരുവാതിര നക്ഷത്രം വന്നിട്ടുള്ള, അതായത് ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ള ആൾക്കാർക്ക് ഈ ഒരു വർഷത്തെ ഫലത്തെ നമ്മൾ ചിന്തിക്കുമ്പോൾ പലതരത്തിലുള്ള ഗുണഫലങ്ങൾ അവർക്ക് പ്രദാനം ചെയ്തു തരും. സന്തോഷപ്രദമായ അവസ്ഥകൾക്കിടവരുന്ന ഒരു വർഷമായിരിക്കും നിങ്ങൾക്ക്. നമ്മൾ നക്ഷത്രപ്രകാരം എടുക്കുമ്പോൾ ഇന്നത്തെ ജന്മനക്ഷത്രം വന്ന ദിവസത്തെയും ഒക്കെ ആസ്പദമാക്കിയാണ് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുന്നത്. തിരുവാതിരക്കാർക്ക് പൊതുവേ വ്യാഴം 12ലേക്ക് വരാൻ പോവുകയാണ്. അതൊക്കെ പ്രകൃതിയിൽ കോമൺ ആയിട്ട് വരുന്നു എങ്കിലും ഇപ്പോൾ നമുക്ക് ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ നേട്ടഭാവത്തെ കൊടുക്കുന്ന അവസ്ഥാവിശേഷത്തെ സൂചിപ്പിക്കുന്നത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങണം. സാമ്പത്തിക നേട്ടം വന്നു ചേരും. സാമ്പത്തിക നേട്ടത്തിന് ഇടവരുത്തും. അതേപോലെ മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങളും പൂർത്തീകരിക്കാൻ ഇടവരും. ചന്ദ്രൻ ഗ്രഹകാരകനും വാഹനകാരകത്വം വഹിച്ച ഗ്രഹവുമായതുകൊണ്ട് ഇതിന് വളരെ പ്രാധാന്യം കൊടുക്കണം. നമ്മൾക്ക് വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് പണി തുടങ്ങാം. അല്ലെങ്കിൽ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക്, അല്ലെങ്കിൽ വാഹനം കൊടുത്ത് മറ്റൊരു വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലപ്രദമായ അവസ്ഥയ്ക്കിടവരും. മറ്റൊന്ന്, വിദേശ യാത്രകൾ. നമ്മളിപ്പോൾ ഇരിക്കുന്നിടത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ ശ്രമിക്കുന്നവർക്ക് ഈ സമയം അനുകൂലപ്രദമാണ്. വിദേശ യാത്രകൾക്ക് ചന്ദ്രൻ്റെ ബന്ധം നിൽക്കുന്ന ഈ കാലഘട്ടം വളരെ അനുകൂലപ്രദമായി നിങ്ങളെ സഹായിക്കും. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത്, ഇന്നത്തെ ദിവസം നമുക്ക് ശുഭകാര്യങ്ങൾക്കെല്ലാം ഇറങ്ങാം. ധൈര്യമായിട്ട് ഒരു കാര്യത്തിലും അറച്ചു നിൽക്കേണ്ട ഒരു ദിവസമല്ല. കാരണം ശുഭദിവസവും ശുഭനക്ഷത്രവുമായിട്ട് വന്നിരിക്കുന്ന കാലഘട്ടമായതുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് ശുഭകാര്യങ്ങൾക്ക് ധൈര്യമായിട്ട് ഇറങ്ങാം. ഒരു ജോലിക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനാവട്ടെ, ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാനാവട്ടെ, അതേപോലെ ഒരു ലോണിന് അപ്ലൈ ചെയ്യാനാവട്ടെ, മറ്റെന്തെങ്കിലും സാമ്പത്തിക നേട്ടം വരുന്ന കാര്യങ്ങൾക്ക് ഇറങ്ങാൻ അനുകൂലപ്രദമായ ഒരു ദിവസവും കൂടിയാണ് ഇന്ന്. പക്ഷെ നമ്മളിന്ന് പോകുമ്പം പ്രധാനമായിട്ട് എന്ത് ചെയ്യണം? ഒരു ഇൻ്റർവ്യൂവിനാവട്ടെ, അല്ലെങ്കിൽ ഒരു ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോഴാവട്ടെ, ശുഭ്രവസ്ത്രം എന്ന് പറയുമ്പോൾ ശരിക്ക് വെളുത്ത വസ്ത്രം, അല്ലെങ്കിൽ പേളിൻ്റെ ഇളം വെളുപ്പ് കളറിലുള്ള വസ്ത്രം ധരിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ സുപ്രധാനമായ കാര്യങ്ങൾക്ക് പോകുമ്പോൾ, അല്ലാതെ എപ്പോഴും നമുക്ക് വെളുത്ത വസ്ത്രം ധരിച്ച് നടക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകും. കാരണം ചിലപ്പോൾ ജോലിയുടെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാവട്ടെ, യൂണിഫോം ആവട്ടെ, അതൊക്കെ ധരിക്കുന്നവർക്ക് ഒരു കാരണവശാലും നമുക്ക് ഇഷ്ടമുള്ള ദിവസം ഇഷ്ടമുള്ള കളറൊന്നും ധരിക്കാൻ കഴിഞ്ഞെന്നിരിക്കില്ല.
അങ്ങനെയുള്ളവരെന്ത് ചെയ്യണം? നമ്മളിലേക്ക് ഈ പോസിറ്റീവ് എനർജി ആഗിരണം ചെയ്യാൻ ഈ കളറ് സഹായിക്കും. കാരണം വെളുത്ത വസ്ത്രം നമ്മളിലേക്ക് പ്രകൃതിയിൽ നിന്ന് തന്നെ ചന്ദ്രൻ്റെ ചൈതന്യത്തെ ആഗിരണം ചെയ്ത് അവരിലേക്ക് എത്തിക്കാൻ സഹായിക്കും. അപ്പോൾ അല്ലാത്തവർ ഒരു വെളുത്ത കർച്ചീപ്പെങ്കിലും കയ്യിൽ കരുതണം. ഒരു കർച്ചീപ്പെങ്കിലും കയ്യിൽ കരുതി പോകുന്നത് അവർക്ക് ഭാഗ്യദായകമായ അവസ്ഥയ്ക്ക് ഇടവരുത്തും. അതുപോലെ നമ്മൾ പ്രധാനമായിട്ട് ഒരു ദിവസത്തിൽ നോക്കുന്ന 3 കാര്യങ്ങളാണ്. സമയം കൊള്ളാം, ഇന്നത്തെ ദിവസം കൊള്ളാം എന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിൽ പോലും സുപ്രധാനമായിട്ടുള്ള 3 കാര്യങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കും. ഒന്ന് യമകണ്ഠകാലം, ഗുളികകാലം, രാഹുകാലം. ഇത് 3 നെഗറ്റീവായിട്ടുള്ള സമയങ്ങളാണ്. എല്ലാ ദിവസവും ഉണ്ട്. കാരണം 12 മണിക്കൂർ പകൽ സമയമുള്ളതിൽ 4.5 മണിക്കൂർ നേരത്തോളം ഇവർ 3 പേരുടെയും കൺട്രോളിലാണ്. ഈ 3 ഗ്രഹങ്ങളുടെയും സമയം, ഈ 3 പേരുടെയും ബന്ധം നിൽക്കുന്ന സമയം നമുക്ക് കുറച്ച് നെഗറ്റീവ് എനർജി പ്രൊഡ്യൂസ് ചെയ്യും. അതിൽ രാഹുവിന് യാത്രയ്ക്ക് മാത്രമേ ബാധകമുള്ളൂ. യാത്രാ കാര്യങ്ങളിൽ മാത്രമേ രാഹുവിനെ നമുക്ക് പേടിക്കേണ്ടതുള്ളൂ. തിങ്കളാഴ്ച പൊതുവേ കലണ്ടറിൽ ഇട്ടിട്ടുണ്ട് രാഹുകാല സമയം 7:30-9, രാവിലെ 7:30 മണി തൊട്ട് 9 മണി വരെ എന്ന് ഇട്ടിരിക്കും. ഇത് നമ്മൾ കോമൺ ആയിട്ട് 6 മണി സമയത്തെ ആസ്പദമാക്കി ഇട്ടിരിക്കുന്നതാണ്. അന്നത്തെ സൂര്യോദയത്തെ ആസ്പദമാക്കിയാണ് നമുക്ക് അന്നത്തെ രാഹുകാലവും യമകണ്ഠകാലവും ഗുളികകാലവും ഒക്കെ കണക്കാക്കേണ്ടത്. അന്ന് രാഹുകാല സമയം വരുന്നത് തന്നെ 8 മണി 3 മിനിറ്റ് തൊട്ട് രാഹുകാലം ആരംഭിക്കും. 9 മണി 33 മിനിറ്റ് വരെ രാഹുകാല സമയമുണ്ട്. അപ്പോൾ 1.5 മണിക്കൂർ നേരം ഉണ്ട്. ഈ രാഹുകാല സമയം യാത്രയ്ക്ക് ഒഴിവാക്കുക. നമ്മൾ ശുഭകാര്യത്തിന് പോകുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ 8 മണി 3 മിനിറ്റിന് മുമ്പ് ഇറങ്ങുക, അല്ലെങ്കിൽ 9:33 വരെ വെയിറ്റ് ചെയ്യുക. അതുപോലെ ഗുളികകാല സമയം 2 മണി 2 മിനിറ്റ് തൊട്ട് 3 മണി 33 മിനിറ്റ് വരെ ഉണ്ട്. ഈ സമയവും ശുഭ കാര്യങ്ങൾക്ക് ഒഴിവാക്കുക. അതേപോലെ യമകണ്ഠകാല സമയം, അതും ഡേഞ്ചറായിട്ടുള്ള സമയമാണ്. 11 മണി 3 മിനിറ്റ് തൊട്ട് 12 മണി 33 മിനിറ്റ് വരെ യമകണ്ഠകാല സമയമുണ്ട്. അതേപോലെ തന്നെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒന്നാണ്, നമുക്ക് എന്ത് ശുഭകാര്യങ്ങൾക്ക് എടുക്കാവുന്നുള്ള അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം. അന്ന് അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് ശരിക്ക് 12 മണി 3 മിനിറ്റ് തൊട്ട് അഭിജിത്ത് മുഹൂർത്തം ആരംഭിക്കും. 1 മണി 2 മിനിറ്റ് വരെ അഭിജിത്ത് മുഹൂർത്തമുണ്ട്. അതിൽ യമകണ്ഠകാലം 12:33 കഴിഞ്ഞാൽ ബാക്കി വരുന്ന സമയം നമുക്ക് എന്ത് ശുഭകാര്യങ്ങൾക്കും എടുക്കാം. അന്നത്തെ ശുഭമുഹൂർത്തം ഉള്ള ദിവസമാണ് എങ്കിൽ പോലും നമുക്ക് ശുഭകാര്യങ്ങൾക്ക് അഭിജിത്ത് മുഹൂർത്തം കൂടി എടുക്കുമ്പോൾ കുറച്ചുകൂടി ശ്രേഷ്ഠമാവും. അപ്പോൾ കുറച്ചുകൂടി അന്നത്തെ മുഹൂർത്ത രാശി തന്നെ കുറച്ചുകൂടി പോസിറ്റീവ് എനർജി കൂടുന്ന സമയമാണ്. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഈ ദിവസം ഭാഗ്യദായകമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനൊപ്പം തന്നെ തിരുവാതിര നക്ഷത്രത്തിൽ ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഈ ഒരു വർഷവും സന്തോഷപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.